എനിക്കിനി ജീവിച്ചിരിക്കാൻ പറ്റില്ല. അവളാ അമുദവി, അവളൊരു കാലത്തും ഗുണം പിടിക്കില്ല. ആദ്യം നീ ആ കരച്ചിലൊന്ന് നിർത്ത്. നിനക്കിങ്ങനെയൊക്കെ പറയാം, നിനക്കത് ഉണ്ടാകുമ്പോഴേ നിനക്കത് മനസ്സിലാവും. നീ എന്താ ചിരിക്കുന്നത്? ജീവിതത്തിൽ ഒരുപാട് നന്മയും സ്നേഹമൊക്കെ തന്നിട്ടുള്ളവർ പെട്ടെന്ന് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ മനസ്സിലുണ്ടാകുന്നൊരു വിഷമം അതെനിക്കും അറിയാം. ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ് ഒരുപാട്. നീ എന്താ ഈ സാഹിത്യം പറയുന്നത്? ജീവിതം തന്നെ ഒരു സാഹിത്യമല്ലടാ. സന്തോഷവും സങ്കടവും ഇരുവശങ്ങളുള്ളൊരു നാണയം പോലെ. നീ ഇങ്ങനെ സാഹിത്യം പറയാതെ നിന്നെ ആരെ തേച്ചെന്ന് പറ. മോനെ അബ്ദു, എന്തുവാ ഉമ്മ? സോമൻ തെങ്ങിന് മരുന്നടിക്കാൻ വന്നിട്ടുണ്ട്, നീ പോയി നോക്കിക്കേ. എനിക്ക് വയ്യ. നീ എന്റെ കയ്യിൽ നിന്ന് തല്ലു മേടിക്കും, പോയി നോക്കിട്ട് വാടാ. ഈ ഉമ്മാന്റെ കാര്യം ഒരു കാര്യവും സമ്മതിക്കത്തില്ല. എന്തോ പറയാനാ. അബ്ദുവേ, നീ എവിടായിരുന്നു? കണ്ടില്ലല്ലോ. ഞാൻ സിനിമ കാണുമായിരുന്നു ചേട്ടാ. ആരുടെ പടമായിരുന്നു? മമ്മൂക്കാന്റെ. എടാ അബ്ദുവേ, ഈ തെങ്ങ് നിറയെ കള്ളാണല്ലോടാ, നിനക്ക് വേണോ ഇച്ചിരി? അയ്യോ, അതൊന്നും എനിക്ക് വേണ്ട, അതൊക്കെ ഹറാമാന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ആഹാ, എന്നാ വേണ്ട. എടാ അബ്ദുവേ, എനിക്കിവിടെ സർക്കസ് കാണാം കേട്ടോ. സർക്കസോ? അതെങ്ങനെ? കള്ളം പറയരുത്. കള്ളം പറയുമല്ല, മൂവാറ്റുപുഴ സെന്റർ ഗ്രൗണ്ടിൽ സർക്കസ് നടക്കുന്നു. ദേ, എനിക്കിവിടെ ഒന്ന് കാണാം. എനിക്കത് കാണാൻ പറ്റുന്നില്ലല്ലോ സോമൻ ചേട്ടാ. ഡാ, അതിന് നീ താഴെ നിൽക്കുമല്ലേ. ഡാ, നീ ഇതുവരെ സർക്കസ് കണ്ടിട്ടില്ലേ? ഇല്ല ചേട്ടാ, കണ്ടിട്ടില്ല. ഒന്ന് കാണണം. ആനയും പുലിയും ജോക്കറും ഒക്കെ ആടി പൊളിയാ. നമ്മുടെ അടുത്ത് വന്നിട്ട് ഇതൊക്കെ കാണാതിരിക്കുന്നത് മോശമല്ലേ? ഒരു കാര്യം ചെയ്യ്, നിന്നെ ഞാൻ കൊണ്ടുപോവാം. ഇപ്പോഴല്ല, നാളെ. ഇന്ന് എനിക്കിനി തോമാച്ചായന്റെ പറമ്പിൽ തെങ്ങിനൊക്കെ മരുന്നടിക്കണം. നമുക്ക് നാളെ പോവാം. അയ്യോ, ഉമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. കേട്ടോടാ അബ്ദുൽ? സൈനത്താത്ത, എന്താ സോമ? തേങ്ങ വളരെ കുറവാ, മരുന്ന് വീണ്ടും അടിക്കേണ്ടി വരും. ആണോ? പൈസ എത്രയായി സോമ? പൈസയൊക്കെ നാളെ മതി. സർക്കസ് സർക്കസ് എന്തുവാടാ സർക്കസ്? ആഹാ, സൈനത്താത്ത, നാളെ ഞാൻ ഇവരെ സർക്കസിന് കൊണ്ടുപോവാം. കൊണ്ടുപോയിക്കോ സോമ, സൂക്ഷിച്ചോ. നാളെ രാവിലെ കുളിച്ച് കുട്ടപ്പനായി വീട്ടിലോട്ട് വരണം. തോമാച്ചാൻ്റെ പറമ്പിൽ തെങ്ങിന്ന് കാല് വഴുതി വീണെന്നാണ് പറയുന്നത്. ഒടുവിലായകത്തേക്കെടുക്കും
ശ്വാസകണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. സ്നേഹിച്ച പെണ്ണൊക്കെ ഇട്ടേച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ സന്ദർഭമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടലെന്ന് തോന്നുന്നവരാ നമ്മളൊക്കെ. മോനെ ഒന്നും കുട്ടാന്നൊന്നും വിളിക്കാതെ അബ്ദുവേ എന്ന സോമൻചേട്ടൻ്റെ ഒറ്റ വിളി ഞാൻ വളരെ സന്തോഷിച്ചത്. ഒരു തവണയെങ്കിൽ ഒരു തവണ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പകരാൻ എത്തുന്നവരാ നമ്മുടെ ശരിക്കുള്ള ദൈവം. വീട്ടുകാരല്ല ജീവിതത്തിൽ ആരിലൊക്കെ ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാവും. ചിലപ്പോൾ സോമൻചേട്ടൻ മരിച്ചതുകൊണ്ടാണോ സർക്കസ് കാണാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചൊരു ദിവസം ജീവിതത്തിൽ അന്നാണ്.